സ്റ്റഡി അബ്രോഡിൻ്റെ മാനേജർ മിസ്റ്റർ നിഖിൽ നമ്മുടെ കൂടെ ഉണ്ട്. ഹലോ, അത് വേണോ? ഈ അടുത്ത് റഷ്യൻ MBBS യൂണിവേഴ്സിറ്റീസ് വിസിറ്റ് ചെയ്ത് വന്നേക്കാണ് മിസ്റ്റർ അഖിൽ. ഇപ്പോൾ റഷ്യയിൽ യാത്ര കഴിഞ്ഞ് വന്നേക്കാണല്ലോ, അവിടുത്തെ ഒരു ഓവറോൾ ട്രാവൽ എക്സ്പീരിയൻസ് എങ്ങനെയാണ് വന്നേക്കുന്നത്? റഷ്യയിലെ ട്രാവൽ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം ഞാൻ റഷ്യയിൽ പോകുന്നതിൽ സർട്ടൻ കാര്യങ്ങൾ ഞാൻ സ്കെപ്റ്റിക്കലാണ്. ഞാൻ യൂഷ്വലി ട്രാവൽ ചെയ്യുന്നുണ്ട്. ബീങ് വിത്ത് അൽഹിന്ദ് ഞാൻ കുറേ ട്രാവൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അധികം ട്രാവൽ ചെയ്ത ഡെസ്റ്റിനേഷൻസും ഫോർ എക്സാമ്പിൾ UK, ഓസ്ട്രേലിയ, ദുബായ് ഇതൊക്കെ പറയുമ്പം നമുക്കെല്ലാം ഇംഗ്ലീഷിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും. റഷ്യ എന്ന് പറയുമ്പം അവർക്ക് അവരുടേതായ ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ സൈൻ ബോർഡ്സ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവരുടെ ലാംഗ്വേജിലേക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ അവിടെ ഇപ്പോൾ എങ്ങനെ യാത്ര ചെയ്യും, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ആ സർട്ടൻ ആസ്പെക്ട്സിൽ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷേ അവിടെ എനിക്ക് എത്തിച്ചേർന്നപ്പോൾ വളരെ ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ്. ഇതിനൊക്കെ സൊല്യൂഷൻസ് ഉണ്ട്, ഓൾട്ടർനേറ്റീവ് ഉണ്ട്. നമ്മൾ ചിന്തിക്കുന്ന പോലെ അത്ര കോംപ്ലിക്കേറ്റഡേ അല്ല റഷ്യ. സോ ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഓൾ ടുഗെദർ. ആൻഡ് നൗ ഐ വുഡ് ലൈക്ക് ടു ഗോ ടു സച്ച് പ്ലേസസ് വെർ ഐ ബിലീവ്. ഞാൻ ഇനീഷ്യലി വിചാരിച്ചു ലാംഗ്വേജ് ബാരിയേഴ്സ് ഉള്ള സ്ഥലങ്ങൾ, ഒരു നമുക്ക് എത്തിപ്പെടാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളായിരിക്കുന്നു. പക്ഷേ ഈ ഒരു അനുഭവത്തിന് ശേഷം എനിക്ക് മനസ്സിലായി ഇതൊന്നും വലിയൊരു ചാലഞ്ചസ് അല്ല. അറ്റ്ലീസ്റ്റ് ഈ ഒരു സമയത്ത് ഇവിടെയൊക്കെ പോകാനും എക്സ്പ്ലോർ ചെയ്യാനും ഒന്നും ഒരു ചാലഞ്ചസ് അല്ല നമുക്ക്. സാർ പറഞ്ഞു ലാംഗ്വേജിൻ്റെ കാര്യം, അവർക്ക് നമ്മുടെ ഇംഗ്ലീഷ് മനസ്സിലാവും അല്ലെങ്കിൽ അവർ ലാംഗ്വേജ് മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടോ? അതൊക്കെ ആയിരിക്കുമല്ലോ. അതെ, അവർക്ക് നമ്മളുടെ ഇംഗ്ലീഷ് മനസ്സിലാവുന്ന ഇത് ആൾക്കാർ കുറവാണ്. എല്ലാവർക്കും ഇംഗ്ലീഷ് മനസ്സിലാവും. കാരണം ഇംഗ്ലീഷ് അവരൊരു ഡോമിനൻറ്റ് ലാംഗ്വേജ് അല്ല ആ പെർട്ടിക്കുലർ രാജ്യത്ത്. അപ്പോൾ അതിനെക്കൊണ്ട് തന്നെ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയില്ല. ഫസ്റ്റ് എക്സ്പീരിയൻസിന് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ക്യാബിലാണ് ഞാൻ കയറുന്നത്. ക്യാബിൽ കയറുമ്പോൾ ഞാൻ വിചാരിച്ചു ദേ മൈറ്റ് അറ്റ്ലീസ്റ്റ് ക്യാബൊക്കെ ഓടിക്കുന്ന ആൾക്കാരല്ലേ, അത് അവർക്ക് ഇത്തിരിയൊക്കെ ഇംഗ്ലീഷൊക്കെ അറിയുമെന്ന് വിചാരിച്ചു. പക്ഷേ അൾട്ടിമേറ്റ്ലി അവർക്ക് അറിയില്ല. നമ്മൾക്ക് ലിറ്ററലി നമ്മൾ റഷ്യനിൽ സംസാരിക്കേണ്ടി വന്നു. എങ്ങനെ എനിക്ക് റഷ്യൻ അറിയില്ല. സോ ബേസിക്കലി വി യൂസ് സർട്ടൻ പ്ലാറ്റ്ഫോംസ് ലൈക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉണ്ടാവും. സോ ആ രീതിയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവരത് ഭയങ്കര യൂസ്ഡ് ആണ്. അത് നമ്മുടെ നാട്ടിലിപ്പം ഒരാൾ ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒക്കെ ഉപയോഗിക്കുന്ന മീൻസ് അതർ പേഴ്സൺ മൈറ്റ് നോട്ട് നോ അറ്റ് ടൈംസ്. അറിയാത്ത ആൾക്കാരുണ്ട്. പക്ഷേ അവരത് വളരെ യൂസ്ഡ് ആണ്, ഗൂഗിൾ ട്രാൻസ്ലേറ്ററും ഈ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും. സോ അതിനെക്കൊണ്ട് ഒരു ബാരിയേഴ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം ആസ് എ സ്റ്റുഡൻറ്റ് റഷ്യയിൽ പോകുമ്പം ഈ ഒരു ലാംഗ്വേജ് പഠിച്ചിട്ട് പോകണോ? അതിൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ വരുമല്ലോ, അതൊക്കെ എങ്ങനെയാണ് വരുന്നത്? റഷ്യയിലെ കുട്ടികൾ പോകുന്ന സമയത്ത് ലാംഗ്വേജ് അറിഞ്ഞില്ലെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനീഷ്യലി നമ്മളുടെ അധിക പ്രോഗ്രാംസും ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് ആണ്. പക്ഷേ ഇതേപോലത്തെ ഞാൻ പറഞ്ഞ പോലത്തെ ഒരു എക്സാമ്പിൾ സിനാരിയോസ് ഒക്കെ വരുന്ന സമയത്ത് ദർ ആർ ഓൾട്ടർനേറ്റീവ്സ് ലൈക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉണ്ട്, ഗൂഗിൾ ലെൻസ് ഉണ്ട്. സോ ലിറ്ററലി എനിത്തിങ് ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും ഒരു ബാരിയറായിട്ട് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. സോ അതിനുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനേ ഉള്ളൂ. എങ്ങനെയൊക്കെ ഞാനിവിടെ എത്തിയിട്ടാണ് അറിയാൻ ഇങ്ങനത്തെ സൊല്യൂഷൻസൊക്കെ ഉണ്ടെന്ന്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ യൂസ് ചെയ്തപ്പോൾ ഇതൊക്കെ വളരെ ഈസിയാണ്, ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. സോ അവരവിടെ എത്തുമ്പം റഷ്യൻ ലാംഗ്വേജ് ഒന്നും അറിയേണ്ട. അവിടെ നല്ല ഹോസ്റ്റലും അക്കോമഡേഷനും എല്ലാം അവൈലബിൾ ആയിരിക്കും, ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് ആയിരിക്കും. പക്ഷേ കാലക്രമേണ അവർ റഷ്യൻ പഠിക്കും. എങ്ങനെ വെച്ചാൽ യൂണിവേഴ്സിറ്റിയിലെ ഈ കാര്യങ്ങൾ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ പഠിപ്പിക്കും. പിന്നെ ഇവൻച്വലി ഇവർ MBBS ഇൻവോൾവ് ആയതുകൊണ്ട് ഇവർ പേഷ്യൻസ് ആയിട്ടും എല്ലാവരുമായിട്ടും ഇൻട്രാക്ട് ചെയ്യും, ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യും, ഒരു കോഫി ഷോപ്പിൽ പോയിട്ട് സംസാരിക്കും. ഇറ്റ്സ് എ ഫൺ ലാംഗ്വേജ് ബേസിക്കലി റഷ്യൻസ് ഒക്കെ നമ്മളായിട്ടുള്ള ബിഹേവിയേഴ്സ് എങ്ങനെയാണ്, ഫ്രണ്ട്ലി ആണോ, എങ്ങനെയാണോ അതൊക്കെ? അത് ഭയങ്കര സർപ്രൈസിങ് ആണ്. റഷ്യയിൽ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് അത്യാവശ്യം നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ കുറച്ച് മാഫിയ ലുക്കും ഓൺ പോലെയൊക്കെയാണല്ലോ റഷ്യൻസ്. ഇവർ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. ഞാൻ അത്രയും ഞാൻ വിചാരിച്ച പോലെയല്ല. അവിടെ എത്തിയപ്പം എക്സ്ട്രീംലി വെൽക്കമിങ് ആയിരുന്നു. ഞാനിപ്പം വേറെ സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത സമയത്തും അവിടെ ആൾക്കാർ വെൽക്കമിങ് ആണ്. അവർ എങ്ങനെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ പെട്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഒരു മെട്രോ കാർഡ് എങ്ങനെ എടുക്കാമെന്ന് അറിയില്ല, ഒരു വെൻഡിങ് മെഷീൻ. നമ്മൾ അവരോട് ഹെൽപ്പ് ചോദിച്ചാൽ അവർ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ നേരെ അവിടെ വേറെ രാജ്യങ്ങൾ, പക്ഷെ നേരെ കുറച്ച് റഷ്യയിൽ ഞാൻ ഇതൊരു സിറ്റുവേഷനിൽ പെട്ട സമയത്ത് ഇവർ ഇങ്ങോട്ട് വന്ന് ചോദിക്കും. ഇവർ നമ്മളെപ്പോലെയാണ്. അവർ വന്നിട്ട് നമ്മളോട് ചോദിക്കും എന്താണ് വേണ്ടത്, എവിടെയാണ് സ്റ്റക്ക് ആയിരിക്കുന്നത്. അവർക്കറിയാം നമുക്ക് ഭാഷ അറിയില്ലാണ്. ഈവൻ ദെൻ അവർ ആ എഫേർട്ട് എടുത്തിട്ട് നമ്മളെ ട്രാൻസ്ലേറ്ററൊക്കെ വെച്ചിട്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കര വെൽക്കമിങ് ആയി തോന്നി. അതിന് മെയിൻ കാരണം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അവിടെ വരുന്ന അധിക ഇന്ത്യക്കാരും ഇവർ MBBS പഠിക്കാൻ വരുന്നതാണ്. അപ്പോൾ അവിടെ കണ്ടമാനം ഡോക്ടേഴ്സ് ഉള്ളത് കൊണ്ട് ഇവരൊക്കെ നമ്മൾ ഒരു വൈറ്റ് കോളർ ജോബ് ഡോക്ടേഴ്സ് എന്ന രീതിയിലാണ് ഇവർ കാണുന്നത്. അപ്പോൾ ഒരു വളരെ റെസ്പെക്റ്റബിൾ പ്രൊഫഷൻ ഇന്ത്യൻസ്. അപ്പോൾ ആ ഒരു ഇമേജും പിന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു ബോണ്ട് ഉണ്ടല്ലോ, അതിനെക്കൊണ്ട് ഇവർക്ക് നമ്മളോട് എപ്പോഴും ഒരു വളരെ റെസ്പെക്റ്റോടാണ് നമ്മൾ കാണുന്നത്. സോ ദാറ്റ് വാസ് റിയലി ഗുഡ്. സാർ ഇപ്പോൾ പറഞ്ഞു വെൻഡിങ് മെഷീൻ സ്റ്റക്ക് ആയതിനെ കുറിച്ച്, അതിലെന്തെങ്കിലും രസകരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വെൻഡിങ് മെഷീൻ
സ്റ്റക്കായ ദിവസം അദ്ദേഹം എനിക്കിന്ന് കാർഡ് എടുത്തു വന്നു, അത് നിർത്തോടെ കഴിഞ്ഞു. അതിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസം ഇതേപോലെ നമുക്ക് ഒരു കാർഡ് എടുക്കണമായിരുന്നു. പക്ഷേ നമുക്ക് മെട്രോ കാർഡിൽ നമുക്ക് അറിയാത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ ഈ കാർഡ് കിട്ടില്ല. നമുക്ക് ട്രാവൽ കാർഡ് കിട്ടും, പക്ഷേ ഒരു മെട്രോ കാർഡായിട്ട് കിട്ടില്ല, അവരെ സിറ്റിസൺസ് ഉപയോഗിക്കുന്ന പോലെ. അപ്പോൾ നമുക്കിതൊന്നും അറിയില്ല, ട്രാവൽ കാർഡ് ഉണ്ടെന്നോ ഈ കാർഡ് ഉണ്ടെന്നോ ഒന്നും അറിയില്ല. അങ്ങനെ നമ്മൾ ഈ മെഷീൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങളിവിടെ നിൽക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ കാർഡ് എടുക്കാൻ നോക്കുമെന്ന് പറഞ്ഞു. അയാൾ റഷ്യയിൽ എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ ഈ കാലക്രമേണ മനസ്സിലായി, അതായത് നമുക്ക് ഈ കാർഡ് കിട്ടില്ല, കാരണം അവിടെ സിറ്റിസൺസിന് മാത്രമേ ഈ കാർഡ് കിട്ടൂ, നമുക്ക് കിട്ടില്ല. നമുക്ക് ട്രാവൽ കാർഡ് കിട്ടും, പക്ഷെ അന്ന് എനിക്കത് മനസ്സിലായിട്ടില്ലായിരുന്നു, ട്രാവൽ കാർഡ് മാത്രം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ട്രാവൽ കാർഡ് എടുത്തിട്ട് എൻ്റെ കൂടെ ഞാനുകൊണ്ട് വേറൊരു വ്യക്തിയുണ്ട്, ഇദ്ദേഹം ടാപ്പ് ചെയ്തിട്ട് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് എൻ്റെ റിസ്കിലാണ്, ഇവരെ വിട്ടോളൂ, ഇവരുള്ളിൽ കയറി പോയിക്കോട്ടെ എന്ന രീതിയിൽ ഇദ്ദേഹം നമ്മളെ വിട്ടു. എനിക്കും വേണ്ടി ടാപ്പ് ചെയ്തു, എൻ്റെ കൂടുതൽ ആൾക്കും വേണ്ടി ടാപ്പ് ചെയ്തിട്ട് ഇദ്ദേഹം വിട്ടു. ഞാൻ പൈസ ചോദിച്ചപ്പോൾ ഇയാൾ വേണ്ട പൊക്കോ എന്നിട്ട് ചിരിച്ചുകൊണ്ട് പോയി. സോ അതും എന്നെ ഭയങ്കര സർപ്രൈസിങ് ആക്കിയൊരു ഫാക്ടറാണ്. അപ്പം അതുവരെ നമുക്ക് വേണ്ടി അവർ ലിറ്ററലി ചെയ്തിട്ടുണ്ട്, എൻ്റെ പേഴ്സണൽ അനുഭവമാണ്. പക്ഷെ അതേപോലെ തന്നെ സർട്ടൺ സിറ്റുവേഷൻസിൽ ഞാൻ ക്യാബിൽ കയറുന്ന സമയത്ത് സർട്ടൺ ക്യാബ് ഡ്രൈവേഴ്സ് അവർ ലിറ്റിൽ റൂഡായിട്ടുണ്ട്. അപ്പം ഇറ്റ്സ് എ മിക്സ് ഓഫ് ബോത്ത്. അത് ക്യാബ് ഡ്രൈവേഴ്സിൻ്റെ അടുത്ത് മാത്രമാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത്. ബാക്കി എല്ലാവരും എക്സ്ട്രീംലി ഫ്രണ്ട്ലി ആണ്. അവർ വളരെയധികം ഹെൽപ്ഫുള്ളാണ് നമുക്ക് എല്ലാ രീതിയിലും. നമ്മൾ ലാംഗ്വേജ് ബാരിയർ ഒന്നും അവരൊരു പ്രശ്നമില്ലാതെ നമ്മുടെ അടുത്ത് എഫേർട്ട് ഇട്ട് സംസാരിക്കുന്നുണ്ട്. ശരിക്കും ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഏതൊക്കെ ടൈപ്പാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്? നല്ല കോസ്റ്റ് ആവുക എങ്ങനെയൊക്കെ അതൊക്കെ വരുന്നത്? അവിടെ നമ്മളെപ്പോലെ തന്നെ ബസ്, മെട്രോ, ട്രെയിന് ഇതൊക്കെ അവൈലബിൾ ആണ്. ഈ കോസ്റ്റൊക്കെ വളരെ അഫോർഡബിളുമാണ്. പോരാത്തതിന് നമ്മൾക്കിപ്പം ഇനി പ്രൈവറ്റ് ട്രാൻസ്പോർട്ട്സ് നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് ഒരു ക്യാബോ അങ്ങനെ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ നാട്ടിൽ അതേ റേറ്റ് വരുന്നുള്ളൂ, അതിൽ കൂടുതലായിട്ട് വിടുന്നില്ല. വേറെ എവിടെ യാത്ര ചെയ്താലും ഞാൻ കൊടുത്ത എല്ലാ സ്ഥലത്തും ഇത്തിരി അധികം എക്സ്പെൻസീവ്, മറിച്ചിട്ട് ഇവിടെ അത്ര എക്സ്പെൻസീവ് അല്ല. ഒരു ക്യാബ് എടുക്കുകയാണെങ്കിൽ 100 രൂപ 200 രൂപ. ഇവിടെ നമ്മൾ അറിയേണ്ടത് 1 rupee = 1 ruble ആണ്. അത് ആ കറൻസി പ്രൊപ്പോർഷൻ ചെയ്യുമ്പോൾ. സോ ഇവിടെ ചില സ്ഥലങ്ങൾ അങ്ങനെയാണെങ്കിലും എക്സ്പെൻസ് കൂടാറുണ്ട്. പക്ഷേ ഇവിടെ ഇന്ത്യയിൽ എന്താണ് എക്സ്പെൻസ്, ആ എക്സ്പെൻസ് തന്നെയാണ് നമുക്ക് റഷ്യയിലും വരുന്നുള്ളൂ. സാർ ഇപ്പം ട്രാവൽ കാർഡ്, മെട്രോ കാർഡ്, അങ്ങനെ കുറേ കാർഡുകൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തൊരു സ്റ്റുഡൻ്റ് അവിടെ വരുമ്പം ട്രാപ്പായി പോകും അല്ലെങ്കിൽ പെട്ടുപോലെ. അപ്പോൾ അങ്ങനത്തെ സീനിലൊക്കെ അവരെങ്ങനെ അത് മനസ്സിലാക്കാം, അങ്ങനെ സംഭവമുള്ള കാര്യം? അതിനാണ് നമ്മളെപ്പോഴുള്ള ആൾക്കാർ. സോ നമുക്ക് ബേസിക് ബ്രീഫിംഗ് കൊടുക്കാനുള്ളത് ഇത്ര വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല. സോ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്ടർ, റഷ്യ മൊത്തം യാൻഡെക്സ് ആണ്. ഇവിടെ ഗൂഗിൾ എന്താണോ അതേപോലെയാണ് യാൻഡെക്സ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ആപ്ലിക്കേഷനിൽ ഒരാൾ എവിടെ റഷ്യയിൽ വന്നാൽ ക്യാബ് കിട്ടും. ഇതിന് അവിടുത്തെ ഗൂഗിൾ യാൻഡെക്സ് ആണ്, അവിടുത്തെ ഊബർ യാൻഡെക്സ് ആണ്, അവിടുത്തെ ഗൂഗിൾ മാപ്സ് യാൻഡെക്സ് ആണ്. ഇതൊക്കെ ഈ യാൻഡെക്സ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതിൽ സെവറൽ വേറെ ആപ്ലിക്കേഷൻസും ഉണ്ട്. ഈ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. സോ ഫോർ എക്സാമ്പിൾ ഒരു യാൻഡെക്സിൽ ഒരു ക്യാബ് എടുക്കുന്നു, ഡ്രോപ്പ് ലൊക്കേഷനിലൂടെ ഊബർ യൂസ് ചെയ്യുന്നു. ഇതേപോലെ നമുക്ക് എത്താം. ക്യാബ് ഡ്രൈവേഴ്സായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ടോ സംസാരിക്കാം, യാതൊരു പ്രശ്നമില്ല. അതേപോലെ തന്നെ യാൻഡെക്സ് മാപ്പ്, ഗൂഗിൾ മാപ്പ് പോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വളരെ പ്രിസൈസ് ആയിട്ട് എവിടുന്ന് ബസ് കിട്ടും, ഏത് ബസ് കിട്ടും, ഏത് മെട്രോ എടുക്കണം, എവിടുന്ന് മെട്രോ എടുക്കണം, ഇതൊക്കെ അതിൽ വെൽ ഡിഫൈൻഡ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനത്തെ 2-3 സാധനങ്ങൾ മാത്രമാണ് അവിടെ ഒരു കൺഫ്യൂഷൻ വരാനുള്ളൂ. അതും ഇവിടുത്തെ നിങ്ങൾക്ക് റഷ്യൻ അവിടെ ഉള്ള ആൾക്കാരോട് ചോദിച്ചാൽ തന്നെ അവർ ഹെൽപ്പ് ചെയ്ത് പറഞ്ഞു തരും. ഇനി വേറെ ഏതെങ്കിലും സിറ്റുവേഷനിൽ ഫോർ എക്സാമ്പിൾ MBBS ഒക്കെ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മളോട് വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പിക്കപ്പും ഡ്രോപ്പും, നമ്മളുടെ തന്നെ കമ്മ്യൂണിറ്റി അവിടെ ഉണ്ട്, അവിടെ മലയാളികളുണ്ട്. അവരാണ് ഈ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ നടത്തുന്നതും പിക്കപ്പും ഡ്രോപ്പും എല്ലാം ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. സോ A to Z കാര്യങ്ങൾ നോക്കാൻ നമ്മുടെ ടീം മെമ്പേഴ്സ് അവിടെ ഉണ്ട്. സോ നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല. ഓക്കെ, അപ്പോൾ സാർ ഹോസ്റ്റലിൻ്റെ കാര്യം പറഞ്ഞു. നമ്മുടെ ഹോസ്റ്റൽസ് അല്ലാണ്ട് പുറത്ത് നമ്മൾ റൂം നോക്കുകയാണെങ്കിൽ അതിന് അങ്ങനെ അത്യാവശ്യം എക്സ്പെൻസ് ഒക്കെ വരും, അല്ലെങ്കിൽ എങ്ങനെ പുറത്ത് റൂം എടുക്കാൻ പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും റൂം എടുക്കാൻ പറ്റും. നാട്ടിൽ നമ്മളിപ്പോൾ റൂം എടുക്കുന്ന പ്രോസസ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു റൂം എടുക്കുന്നു, അവിടെ നിങ്ങൾ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യുന്നു. എമൗണ്ട് ഏകദേശം 2000 രൂപ തൊട്ടിട്ട് 5000 രൂപയ്ക്ക് ഉള്ളിൽ തന്നെ, 1 rupee = 1 ruble. സോ ആ എമൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് റൂംസും കാര്യങ്ങളും കിട്ടുന്നു. അതിലൊന്നും ഒരു കോംപ്ലിക്കേഷനും ഇല്ല. സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റെൻറ്റിന് ഇപ്പം പുറത്ത് നിൽക്കുകയാണെങ്കിലും നമ്മളിവിടെ അപ്പാർട്ട്മെൻറ്റിൽ എന്താ നിൽക്കുന്നത് ആ ഒരു എക്സ്പെൻസേ വരുന്നുള്ളൂ. സോ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ നാട്ടിൽ MBBS പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി പാർട്ട് ടൈം ജോബും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അവർ വീട്ടിൽ നിന്നാണ് അവർ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നത്. ആ ഒരു സെയിം എമൗണ്ട് ഫൈനാൻഷ്യലി തന്നെ റഷ്യയിൽ പോയ കുട്ടിക്കും അമ്മയച്ഛനും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത്ര തന്നെ എക്സ്പെൻസ് വരുന്നുള്ളൂ. പക്ഷേ ഇവിടെ പഠിക്കുന്ന എമൗണ്ടിൽ 1/3 അവിടെ ട്യൂഷൻ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ.
സോ അതിനെക്കൊണ്ടാണ് അധിക കുട്ടികളും ഇപ്പം എബ്രോഡ് എഡ്യൂക്കേഷൻ MBBS എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യുന്നത്. ഞാൻ പോയ ഒരു പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിൽ ഒരു കൾച്ചറൽ സെൻറ്റർ ഉണ്ട്. അവിടെ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഫുൾ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്പേസ് നിറച്ചും കഥകളി, തെയ്യം, സ്പോർട്സ് റിലേറ്റഡ് കാര്യങ്ങൾ ഒക്കെ നിറഞ്ഞിരിക്കുക. ഒരു വാളുണ്ട്, ആ വാൾ നിറച്ചും പേരുകളാണ്. ഒക്കെ നോക്കുമ്പോൾ മലയാളി പേരുകൾ നിറഞ്ഞിരിക്കുകയാണ് വാളുകൾ. അവരുടെ ഗ്യാങ്ങിൻ്റെ പേര് മലയാളി. അത് കാരണം കാലങ്ങളായിട്ട് മലയാളികൾ അവിടെ വന്ന് പഠിച്ച് പോകുന്നുണ്ട്. അവർ ഓരോ ബാച്ചും പാസ് ഔട്ട് ആകുമ്പോഴാണ് വാളിൻ്റെ മോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. സോ അത്രയും കാലങ്ങളായി റഷ്യയിൽ നമ്മൾ മലയാളികളും ഇന്ത്യക്കാരും പോയിട്ട് എഡ്യൂക്കേഷൻ എടുത്ത് കഴിഞ്ഞ് ക്വാളിഫൈ ആയിട്ട് ഇവിടെ വന്ന് FMG എക്സാം ആയിട്ട് ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്ന എത്രയോ ഡോക്ടർമാർ നമ്മുടെ ഇടയിലുണ്ട്. സ്റ്റുഡൻസ് പെട്ടെന്ന് നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പം അവർക്ക് ഇവരുടെ നാടും ഇവിടുത്തെ കൾച്ചറൽ ഫെസ്റ്റിവൽസ് ഒക്കെ മിസ് ചെയ്യില്ലേ? അപ്പം അവിടെ അതിനുള്ള എന്തെങ്കിലും ഉണ്ടാവുമോ? അവർക്കൊരു പരിധിവരെ ഫാമിലി മിസ് ചെയ്യുന്ന പറയും ഞാൻ പറയും. പക്ഷെ അല്ലാതെ ഇവൻറ്റ്സും നമ്മുടെ ഫെസ്റ്റിവൽസും ഒന്നും മിസ് ചെയ്യുന്ന ഞാൻ പറയില്ല. കാരണം അവിടെ എത്തുമ്പോൾ തന്നെ പല കമ്മ്യൂണിറ്റീസും ഉണ്ട്. അവരൊക്കെ ഈ സെലിബ്രേഷൻസ് നമ്മളെപ്പോലെ തന്നെ അവർക്കും സെലിബ്രേറ്റ് ചെയ്യാൻ സീനിയേഴ്സും എല്ലാവരും എല്ലാം ഓണം, വിഷു, ക്രിസ്മസ് ഇതൊക്കെ ഒരുമിച്ച് തന്നെ സെലിബ്രേറ്റ് ചെയ്യും. സോ സ്റ്റഡീസ് കൂടാണ്ട് മറ്റും എൻ്റർടൈൻമെൻറ്റ്സും തീർച്ചയായിട്ടും ബാക്കി എല്ലാ അധിക യൂണിവേഴ്സിറ്റി ലെറ്റ് ഇറ്റ് ബി ഫുട്ബോൾ ക്ലബ്സ്, ജിം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂഷ്വലി പോലെ തന്നെ പ്രൊവൈഡഡ് ആണ്. സോ ഓൾ സച്ച് എൻ്റർടൈൻമെൻറ്റ്സ് ആണ്. അവിടെയൊന്നും ഒരു റെസ്ട്രിക്ഷനും വരുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും MBBS ആണ് പഠിക്കുന്നത്. അപ്പം ഇതിനുള്ള സമയം ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. അല്ലാതെ എല്ലാ ഫെസിലിറ്റീസ് ഇറ്റ്സ് ഓൾ ഓപ്പൺ ഫോർ യു. പോരാത്തതിന് ഇപ്പം മലയാളം സിനിമകൾ ഇസ് വൺ തിങ്. ഞാൻ ഐ ലവ് മൂവീസ്. സോ അതൊക്കെ ഫസ്റ്റ് ഡേ പോയി കാണുന്ന ഒരു വേറെ തന്നെ ഫീലിംഗ് ആണ്. സോ അധികം നല്ല മലയാളം സിനിമകളും റഷ്യയിൽ തന്നെ പല യൂണിവേഴ്സിറ്റീസിലും അടുത്തുള്ള ഈ മലയാളി കമ്മ്യൂണിറ്റീസ് അവർ തിയേറ്ററിൽ റിലീസ് ചെയ്യിക്കും. അവരെന്നെ ഇനീഷ്യേറ്റ് ചെയ്തിട്ട്. സോ 1-2 ദിവസങ്ങളൊക്കെ ഷോസ് റൺ ചെയ്യും. നമുക്ക് നമ്മളുടെ ഇഷ്ടമുള്ള സിനിമകളും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഡേ തന്നെ കാണാൻ അവിടെ പറ്റും. അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും എവിടെ ഒരു തടസ്സം വരുന്നില്ല. അവിടെ വാറ് നടക്കാണല്ലോ. ഇപ്പോൾ സാറ് പോയപ്പോഴാണെങ്കിലും അവിടെ സ്റ്റുഡൻസിനാണെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഞാൻ പോയിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഞാൻ കണ്ട് സംസാരിച്ച ആർക്കും അതിനെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. സ്റ്റുഡൻസിന് അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് സാറിന് അറിയാം? അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ഒന്നുമില്ല. അതിന് കാരണമുണ്ട്. എൻ്റെ ജസ്റ്റിഫിക്കേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യനെക്കാട്ടും എത്രയോ വലിയൊരു രാജ്യമാണ് റഷ്യ. അതിൽ ഒരു കോർണറിൽ ഒരു ബോർഡറിൽ നടക്കുന്നൊരു ടെൻഷനാണ് അത്. ഫോർ എക്സാമ്പിൾ ഇന്ത്യ പാകിസ്ഥാൻ, ഞാനൊരു ഉദാഹരണം മാത്രമേ പറയാം. ഒരു ടെൻഷൻ നടന്ന സമയത്ത് കേരളത്തിലെ ആൾക്കാർക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു അത്രയും ടു ബിഗ് എ കൺട്രി ഇറ്റ് ഈസ്. സോ ഇതൊക്കെ നടക്കുന്നത് ഞാൻ പറഞ്ഞത് അധികം മോസ്കോയിലാണെങ്കിലും ഇപ്പം ഷറൻസ്കിൽ സർട്ടൻ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇതൊക്കെ ഈ പെർട്ടിക്കുലർ റീജിയൻ എത്രയോ ദൂരെയാണ്. പോരാത്തിന് ഞാനതൊരു വാറായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. റഷ്യക്ക് ഇത് തീർക്കണമായിരുന്നെങ്കിൽ എന്നോ ഇത് ചെയ്യാമായിരുന്നു. പക്ഷേ അത് ഇറ്റ്സ് മോർ ലൈക്ക് ഡിഫെൻസ്. രണ്ടുപേരും ഉണ്ട്, പക്ഷേ അവിടെ ഇതാരും ബാധിക്കുന്നില്ല. എനിക്ക് ഒരു പ്രാവശ്യം ഒരു ഹോട്ടലിൽ നിന്ന സമയത്ത് വൈഫൈ മുഴുവനായിട്ട് കട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അവർ പറഞ്ഞ കാരണം ഇതുകൊണ്ടായിരിക്കും. അപ്പാർട്ട് ഫ്രം ദാറ്റ് അവിടെ ഒരു രീതിയിൽ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. റഷ്യ ഈസ് ടു സ്ട്രോങ് എ കൺട്രി, ടു ബിഗ് എ കൺട്രി. സോ അവർക്ക് ഒരു പ്രശ്നം വരാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. ഒട്ടും ഉണ്ടാവില്ല എന്ന് പറയാം. അപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന പെൺകുട്ടികൾക്ക് അവിടെയുള്ള സേഫ്റ്റി ഒക്കെ എങ്ങനെയാണ് വരുന്നത്? റഷ്യ ഭയങ്കര സേഫുമാണ്. ആ രാജ്യം ഒരു രാജ്യത്തിൻ്റെ എക്കണോമി കണ്ടാൽ തന്നെ മനസ്സിലാവും അവർ എത്ര സ്ട്രോങ് ആണ്. റഷ്യ ഹാസ് ഗോട്ട് എ വെരി സ്ട്രോങ് എക്കണോമി. അവരുടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ എക്സ്ട്രീംലി സേഫാണ്. ഒരു ഇൻസിഡൻറ്റ് എനിക്ക് നടന്നു വെച്ചാൽ എൻ്റെ കൂടെയുള്ള ടീം മെമ്പർ ഒരു സെൽ ഫോൺ ക്യാബിൽ വെച്ച് മറന്നുപോയി. പലപ്പോഴും ഇവിടെയൊക്കെ നടക്കുന്നത് വെച്ചാൽ അത് ആ രീതിക്ക് പോവാം, കട്ട് പോവാം. പക്ഷേ ഇവിടെ ഈ ക്യാബ് ഡ്രൈവർ തന്നെ തിരിച്ച് നമ്മളെ ഫോണിൽ വിളിച്ചിട്ട് നിങ്ങളെ ഫോൺ എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്കാണ് പ്രശ്നം, നിങ്ങൾ എവിടെയുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ വന്ന് കൊണ്ടുതരാമെന്ന് പറഞ്ഞത്. അവിടെ അങ്ങനെയാണ്. അവിടെ ഈ തെഫ്റ്റും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. എക്സ്ട്രീംലി സേഫ് കൺട്രിയാണ്. അവിടെ എത്രയോ മലയാളികൾ അവിടെ പഠിക്കുന്നുണ്ട്, പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. അവരൊക്കെ 17 വയസ്സ് കഴിഞ്ഞിട്ട് ആ റഷ്യയിൽ പോയിട്ടുള്ള ആണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും പഠിക്കുന്നതും ഒക്കെ. അവർക്കൊന്നും ഈ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഞാൻ പേഴ്സണലി ചോദിച്ചിട്ടുണ്ട്. ആർക്കും ഒന്നുമില്ല. അത് എക്സ്ട്രീംലി ഹാപ്പി, നോ സച്ച് ഇഷ്യൂസ്. ക്യാമ്പസിലാണെങ്കിലും ശരി, ഹോസ്റ്റലിലാണെങ്കിലും ശരി, ഇവർ എക്സ്ട്രീംലി സേഫാണ് ഈ പെൺകുട്ടികളൊക്കെ. ഹോസ്റ്റലിൽ സെപ്പറേറ്റ് ഗേൾസിന് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റൽസും ഉണ്ട്, മിക്സ്ഡ് ഹോസ്റ്റൽസും ഉണ്ട്. ഒക്കെ അവിടെ അവൈലബിൾ ആണ്. ഞാൻ ഇൻട്രാക്ട് ചെയ്ത ആരും ഇതേപോലെ ഒരു മോശം അഭിപ്രായം ഇങ്ങനത്തെ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒരു ലേറ്റ് നൈറ്റിലാണെങ്കിലും ഇവർക്ക് ദേ ആർ ഫ്രീ ടു ഗോ അറൗണ്ട്, റോം അറൗണ്ട്, നോ സച്ച് ഇഷ്യൂസ്. സെക്യൂരിറ്റി അവിടെ അത്രയും ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ്. സോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് ചിന്തിച്ചിട്ട് നമ്മൾ സമയം കളഞ്ഞിട്ട് അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. സോ നമ്മളിപ്പം വിടുന്ന കുട്ടികൾ റഷ്യയിലെത്തി, അവിടെ എത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല. അവിടെ നമ്മളുടെ ടീം മെമ്പേഴ്സ് റഷ്യയിൽ അവർ കൂടെ തന്നെ ഉണ്ടാവും. അവർ പലപ്പോഴും അവർ സീനിയേഴ്സ് ആവാം, അവരിൽ പഠിച്ചിറങ്ങിയ ആൾക്കാരും. സോ നമ്മളെ റെപ്രസെൻറ്റേറ്റീവ്സ് അവിടെ ഈ കുട്ടികളെ കാര്യങ്ങൾ നോക്കാനും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഹെൽപ്പ് ചെയ്യാനും ഇടപെടാനും അവിടെ ഉണ്ടാകും. സോ ഇൻ എ വേ ദേ ആർ കംപ്ലീറ്റ്ലി സേഫ്. താങ്ക് യു സോ മച്ച് സർ. റഷ്യയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സാർ പറഞ്ഞു തന്നു. ഞാനും കുറേ കാര്യങ്ങൾ നിന്ന് പഠിച്ചു. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ.